ഏതാമോ ഹലോ ഫ്രണ്ട്സ്. ഹലോ, ഞങ്ങൾ ഇന്ന് അജ്മാനിലുള്ള സിറ്റീസ് ഫാമിലുള്ളത്. അവിടെ ബാക്ക്ഗ്രൗണ്ടിൽ കാണുന്നുണ്ടല്ലോ, ഇവിടെ ചെറിയൊരു ഫാമാണ്. നമ്മുടെ പശുക്കള് കുറച്ച് മല്ലിയില കൊടുക്കുന്നത്. അമ്മ കൊടുത്ത നല്ല വലിയ പശുക്കളാട്ടോ. പശുക്കളുണ്ട്, പിന്നെ ആട്ടിൻകുട്ടികളുണ്ട് അല്ലേ, ആട്ടുണ്ട്, പിന്നെ പലതരത്തിലുള്ള കോഴികള്, ടർക്കി, ഡിയർ, പീക്കോക്ക്. കുട്ടികൾക്ക് നല്ല ഇഷ്ടാവേ ഇവിടെ വന്നാല്. വാഴക്കൃഷിയുണ്ട്. വാഴക്കൃഷി എന്ന് പറയുകയാണെങ്കിൽ വെച്ചിട്ടുണ്ട്, അത് വളരുന്നുള്ളൂ. നേന്ത്രവാഴയ്ക്കാന്ന് തോന്നുന്നു. അതേപോലെ വെള്ളരി ഉണ്ടായത് ഇവിടെ എവിടെയോ കണ്ടല്ലോ. അതെ, വെള്ളരി ഉണ്ട്. പിന്നെ ചീര ഉണ്ട്. എല്ലായിടത്തിനും പൊതുവെ മുരിങ്ങയാണല്ലേ, മുരിങ്ങമരാണ് എന്തായാലും. അനാറല്ലേ അനാറാണുള്ളത്. അതെ അതെ, അനാറിന് നെറ്റിനകത്തൊരു മരം പിടിപ്പിച്ചിട്ട് അതിനകത്ത് ലവ് ബേർഡ്സുകളുണ്ട്. അപ്പം ബേർഡ്സിന് നെറ്റിനകത്ത് നിൽക്കുന്ന ഫീലിംഗ് ഉണ്ടാവില്ല. അവർക്ക് ആവശ്യത്തോളം ഇതിനകത്ത് കറങ്ങി നടക്കാം, ഭയങ്കര സ്വതന്ത്രമായിട്ട് ഇതിനകത്ത് കറങ്ങി നടക്കാം. അവസാനം ഇവർക്ക് കൂടുണ്ട്, അവർക്ക് സ്റ്റേ ചെയ്യാനുള്ള കൂടുണ്ട്. അതിനകത്ത് തന്നെ ഫുഡ് വെച്ചിട്ടുണ്ട്. പക്ഷേ പുറത്തേക്ക് പോകാൻ പറ്റില്ല, നെറ്റിനകത്താണ് ആ ട്രീ ഉള്ളത്. അപ്പം ഇതിനകത്ത് ഇങ്ങനെ നന്നായിട്ട് ഓടിപ്പറന്ന് കളിക്കാം ഫ്രീ ആയിട്ട്. വലിയൊരു ട്രീയുടെ ചുറ്റുപാടും ഒരു നെറ്റ് വെച്ചിട്ട് കവർ ചെയ്തേക്കാണ്. അപ്പം നമ്മളൊക്കെ ബേർഡ്സിനെ കൂട്ടിലിടുന്ന ആ ഫീലിംഗ് ഉണ്ടായില്ല അവർക്ക്. പക്ഷേ പുറത്ത് പോകാൻ പറ്റില്ല നേരത്തെ ആ സംഭവം രസമായിട്ട്. നിറയെ ആൾക്കാരുണ്ട് കേട്ടോ. ഞങ്ങൾ വരുന്ന സമയത്ത് ഇത്ര ആൾക്കാരുണ്ടായിരുന്നില്ല അല്ലേ. പക്ഷെ നിറയെ നല്ല ക്രൗഡാണ്. ഇതാ ബേർഡ്സ് നോക്കിയാ. മോനെ ബേർഡ്സ്.
പാൽക്കറികളുണ്ട് ഇവിടെ ഫ്രണ്ടിൽ അവർ വിൽക്കാൻ വെച്ചിട്ടുണ്ട്. അതുപോലെ പാലുണ്ട്, പാക്കറ്റ് പാല്. ഈ പാലിന് അവർ 5 ദിറമാണ് അവർ ചോദിക്കുന്നത്. കണ്ടോ, 5 ദിറം. ഫ്രഷ് മിൽക്കാണ്. എല്ലാം ഉണ്ട് കേട്ടോ. ഊർക്കലായി 3. എന്താ പറഞ്ഞ അങ്ങനെ എന്നെ കാണാതെ ആരും കഴിക്കാൻ പറ്റില്ലോ. ഉണ്ടല്ലോ, അവരാണ് ഇവിടുത്തെ ആള്. എടുക്കണ്ട. 5 രൂപ. എല്ലാം കൂടെ 5 രൂപ. ഇതെല്ലാം കൂടെ 5 ദിറം ഉള്ളൂ. അപ്പൊ കാബേജ് വേണ്ടേ? 5 രൂപ എന്നാ പറഞ്ഞത്. നാട്ടിൽ 5 രൂപ മതിയോ? അയ്യോ, ഇവിടുത്തെ 5 രൂപ. അല്ല, അപ്പൊ ഇതോ കാബേജ് വേണോ? വേണ്ടല്ലേ? 5 രൂപ തന്നെ. അല്ല, നമ്മുടെ നാട്ടിൽ എവിടെ 100 രൂപയായി. അതെ അതെ അതെ. നിങ്ങൾ 5 രൂപയ്ക്ക് ഓർഗാനിക് കിട്ടുമെന്ന് പറഞ്ഞാൽ 5 രൂപയായി. ചേട്ടാ, മൊത്തത്തിലൊരു ഗ്രീനറി കൊണ്ടുള്ളൊരു കളിയാണ്. അതിൻ്റെ ഇടയ്ക്ക് സത്യത്തിൽ ഇവർ ബ്രിഞ്ചോൾ കൃഷിയാണ് ഇവിടെ കൂടുതലുള്ള കാണുന്നത് കേട്ടോ. ബ്രിഞ്ചോൾ കൃഷി അതിൻ്റെ ഇടയ്ക്ക് വന്ന പുല്ലാണിത്. അതിൻ്റെ കാര്യമായിട്ട് നോക്കിയിട്ടില്ല, എന്താ കാര്യമായിട്ട് ശ്രദ്ധിക്കാത്തതാണെന്ന് തോന്നുന്നു. നിറയെ പുല്ലൊക്കെ കിടക്കുന്നുണ്ട് അതിനകത്ത്. ഇതാ എൻ്റെ കംപ്ലീറ്റ് ഗ്രീനറിയാണ്. അടിപൊളിയാണ് അല്ലേ? ഇപ്പോൾ സമയം 5 മണിയായിട്ടുണ്ട്. ഇവിടെ ചൂടൊന്നുമില്ല കേട്ടോ, നല്ല തണുപ്പുണ്ട് ഇവിടെ ഇങ്ങനെ നടക്കാൻ വേണ്ടിയിട്ട്. ഇതാ അമ്മൊക്കെ